ഭാഗ്യവാരോ. മീനം രാശി പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ഒടുവിലത്തെ 15 നാഴികയും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന 2.25 നക്ഷത്രമടങ്ങുന്നതാണ് മീനരാശി. ഈ വിഷു മുതൽ 2026 വിഷു വരെ ഉള്ള സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രധാനപ്പെട്ട 2-3 വിഷയങ്ങളിൽ മാർക്ക് കുറയാം. അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പിലൊക്കെ മികച്ചു നിന്നവർ ഞാനാണ് മുൻപിൽ എന്ന് തീർത്തും അഹങ്കരിക്കരുത്. പിന്നാലെ വരുന്നവർ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഈ രാശിക്കാർക്ക്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ. പിറയിൽ നിന്നവർ മുൻപോട്ട് പോകുന്നതിന് പച്ചക്കൊടി കാണിക്കേണ്ട കാലമാണ്. അതുകൊണ്ട് പരാജയം വരാതിരിക്കാൻ കൂടുതൽ വിദ്യാർത്ഥികൾ ഉത്സാഹിക്കണം, പഠിക്കുന്നത് ബൈഹാർട്ടാക്കണം, കോൺസെൻട്രേഷൻ വരണം, മെമ്മറി പവർ വർദ്ധിപ്പിക്കണം, മെഡിറ്റേഷൻ, സരസ്വതീകൃതം മുതലായതൊക്കെ കഴിക്കണം. അതൊക്കെ കഴിച്ച് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കണം. വെളുപ്പാങ്കാലത്തിരുന്ന് പഠിക്കണം. നല്ല ട്യൂഷൻ വേണം, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യണം. അതുപോലെ നല്ല കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടണം. ഒന്ന് ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ. ഉദ്യോഗാർത്ഥികൾക്ക് താൽക്കാലിക അടിസ്ഥാനപരമായ ജോലികൾ കിട്ടും. എങ്കിലും ആ ജോലിയിൽ സംതൃപ്തി ഉണ്ടാകുവാനോ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ പ്രതിഫലം കുറവായിരിക്കും. കൂടുതൽ അധ്വാനിച്ച് ഫലം കാണിക്കണം. അതിനു വേണ്ട ഭാഗീരഥ പ്രയത്നം ചെയ്യണം. അസ്ഥിര ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ട്. പൊതുവെ ഭാഷ, പ്രവർത്തനം, പഠിത്തമനുസരിച്ചുള്ള ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടും. വർഷാന്ത്യം ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ വർഷമധ്യം വരെ ആരോപണം, അപവാദം, മാന്ദ്യം ഇത്യാദികളൊക്കെ ഉണ്ടാവുമെങ്കിലും സ്ഥലം മാറ്റം, സ്ഥാനമാറ്റം, കാറ്റഗറി ചേഞ്ച് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റം ഇത്യാദികളും ഒന്നിലധികം ജോലികൾ ഒരേ സമയത്ത് ചെയ്യേണ്ട അവസരങ്ങളും സാമ്പത്തികം നല്ല നിലയിൽ വന്നിട്ട് ഒഴുക്കുവെള്ളം പോലെ കയ്യിൽ തടയാതെ അല്ലെങ്കിൽ കുടുംബത്ത് നിൽക്കാതെ ആ സാമ്പത്തികം ഭയങ്കര ഭാരിച്ച ചെലവിലേക്ക് വരികയും ചെയ്യും. പോരാത്തതിന് ജന്മശനിയും കൂടെ എടുത്തിരിക്കുകയാണ്. ശാരീരികപരമായ ക്ലേശങ്ങൾ, ദാമ്പത്യപരമായ ക്ലേശങ്ങൾ, സംതൃപ്തി കുറവുകൾ എല്ലാത്തിലും ഒക്കെ വരേണ്ടതാണ്. ചെലവുകൾ കൂടും, വരവുകൾ ശുഷ്കിക്കും. അപ്രതീക്ഷിത ചെലവുകൾ വന്നു ചേരും. പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് വരവും വന്നു ചേരും. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വരും, ചുമതല കൂടും. ഒരു മൈനർ പ്രമോഷൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കിട്ടുന്ന പ്രമോഷനും അധികാരത്തിലും തൊഴിൽ മേഖലയിലും അസംതൃപ്തരായ കൂട്ടുജോലിക്കാർ ഉണ്ടാവും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് മേലധികാരികൾ, സഹപ്രവർത്തകർ എന്നിവർ കൈയൊഴിയുന്ന ഒരു രംഗങ്ങളും അവർ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു സാഹചര്യവും വരും. യൂണിയൻ വരെ ജോലിയിൽ എന്തിരുന്നാലും ഈ വർഷമധ്യം മുതൽ അനുകൂലമായ ഒരു മാറ്റവും പ്രമോഷനും ശമ്പള വർധനവും ഉണ്ടാവും. ഉത്തരവാദിത്തങ്ങളും ജോലി ഭാരവും കൂടിയിരിക്കും. കുടുംബസ്ഥർക്ക് വീട് പുതുക്കുകയോ പണിയോ അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീടോ അതിൽ വീടുള്ളവർക്ക് പരിസരത്ത് എവിടെയെങ്കിലും വസ്തുക്കൾ അല്പം കൂടെ വാങ്ങാൻ നിർബന്ധിതമാകുക എന്ന് പറഞ്ഞാൽ മറ്റാരെങ്കിലും വന്ന് വാങ്ങുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവിടെ നമുക്ക് കിട്ടുകയില്ല ഇനി മുന്നോട്ട് ഇപ്പം തന്നെ എങ്ങനെയെങ്കിലും വാങ്ങിയെങ്കിലേ കിട്ടുകയുള്ളൂ, അവിടെയും കൂടി ഒരു വീട് വെക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായി പണച്ചെലവുകളും ഗ്രഹം, വസ്തു, വാഹനം മുതലായവയ്ക്ക് വേണ്ടി പണച്ചെലവുകളും ഒക്കെ വേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇവയൊക്കെ വാങ്ങാനും സാധിക്കും. കടബാധ്യതകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, പ്രയാസങ്ങളിലൂടെ, തടസ്സങ്ങളിലൂടെ ആയിരിക്കും ഈ മേഖലകളെല്ലാം കവർ ചെയ്യുന്നത്. അവിവാഹിതർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധിയും, വീടില്ലാത്തവർക്ക് വീടിനും, വാഹനം വാങ്ങണമെന്ന് ഉദ്ദേശിക്കുന്നവർക്കതും, ഒന്നിലധികം വാഹനം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് അവയ്ക്കുള്ള സാധ്യതയും, കടബാധ്യതകൾ വർദ്ധിക്കുകയും പ്രതീക്ഷിക്കുന്ന മേഖലയിൽ നിന്ന് പണം വരാതെയും അപ്രതീക്ഷിത മേഖലയിൽ ധനം വരികയും ചെയ്ത് വരവിക്കുള്ളിൽ ചിലവ് വരുന്ന ഒരു വിഷുവൽ പുണ്യകാലമാണ് 2025 ഏപ്രിൽ 14 മുതൽ 26 ഏപ്രിൽ 14 വരെയുള്ള കാലഘട്ടം. കുടുംബസ്ഥർക്ക് ശാന്തിയും സമാധാനവും സന്താനങ്ങളെ കൊണ്ടുള്ള ഭാഗ്യങ്ങളും ഉണ്ടാവുകയും പുതിയ പുതിയ ഗൃഹോപകരണങ്ങൾ നിർമ്മിക്കുകയും അതുപോലെ യാത്രകൾ ധാരാളമായി ഉണ്ടാകുകയും ചെയ്യും. മാനാഭിമാന പ്രശ്നങ്ങളും അതുപോലെ മക്കളെ സംബന്ധിച്ചുള്ള ആദിവ്യാധികളും ഒരു ഭാഗത്ത് സാമ്പത്തിക ചെലവുകളും വർദ്ധിക്കുന്നതാണ്. കൂടുതലും ശനിയാഴ്ച ദിവസം
ശിവങ്കൽ ധാര വിളക്ക്, ശാസ്താവിന് നീരാഞ്ജനം, വ്യാഴാഴ്ച വിഷ്ണുവൽ ക്ഷേത്രത്തിങ്കൽ വഴിപാടുകൾ, വ്യാഴാഴ്ചയും ശനിയാഴ്ചയും സാധുക്കൾക്ക് അന്നദാനം, വസ്ത്രം, നല്ല വാക്കുകൾ, സുഖഭക്ഷണം മുതലായതൊക്കെ വാങ്ങിക്കൊടുത്ത് ശനിപ്രീതിയും വ്യാഴപ്രീതിയും വാങ്ങുക. ഒരു ഗുണദോഷ സമ്മിശ്രത്താൽ ഗുണാധിക്യം കൂടുന്ന കാലഘട്ടങ്ങളാണ്. കാളസർപ്പമൊക്കെ മാറി വരികയാണ്. അപ്രതീക്ഷിത മേഖലയിൽ നിന്ന് പണം വരികയും ചിലവഴിക്കുകയും സംഗതികളെല്ലാം വർഷ അന്ത്യം മുതൽ തൊഴിൽപരവും കുടുംബപരവും ഭരണപരവും സാമ്പത്തികപരവുമായ അഭിവൃദ്ധിയും ഐശ്വര്യവും സ്ഥിരതയും ഉണ്ടാക്കിയെടുക്കുവാനുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രയാസമുണ്ടായാൽ തന്നെ ഇവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകും. കലാ കായിക രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് പുതിയ പുതിയ മാനങ്ങൾ തേടിയെത്തുന്നതാണ്, പുതിയ പുതിയ അവസരങ്ങൾ വന്നെത്തുന്നതാണ്. പലതും പൂർത്തിയാകാനുള്ള തടസ്സങ്ങളും പൂർത്തിയായ കാര്യങ്ങളിൽ നിന്ന് ധനം ലഭിക്കാതെയും അതിൻ്റെ പരിണിത ഫലങ്ങൾ ലഭിക്കാതെയും കാത്തു നിൽക്കേണ്ട സമയങ്ങളാണ്. ശനിയാഴ്ചയും വ്യാഴാഴ്ചയും പ്രസ്തുത പുണ്യകർമ്മങ്ങളും വഴിപാട് കർമ്മങ്ങളും ഒക്കെ ചെയ്യുക. ഈ രാശിയിൽപ്പെട്ട ആളുകൾക്ക് കേസ് വഴക്കുകളുണ്ടെങ്കിൽ കഴിവതും കോംപ്രമൈസ് ചെയ്ത് തീർക്കുന്നതാണ് നല്ലത്. 7.5 ശനിക്കാലം ആണ്. അതിൽ ജന്മശനി 2.5 കൊല്ലം, വീണ്ടും ഒരു 2.5 കൊല്ലം, അങ്ങനെ കേസും വഴക്കുമൊക്കെ മുന്നോട്ട് പോകാം. വക്കീലും പോലീസും ആയിട്ട് ബന്ധപ്പെടേണ്ട കാലമാണ്. വൈദ്യനും ഡോക്ടറുമായിട്ട് ബന്ധപ്പെടേണ്ട കാലമാണ്. പ്രാർത്ഥനക്കാരും ജ്യോതിഷികളും മനഃശാസ്ത്രജ്ഞന്മാരും മന്ത്രിയും തന്ത്രിയുമൊക്കെയായി ബന്ധപ്പെടേണ്ട കാലമാണ്. താമസിക്കുന്ന ഭവനവും പ്രവർത്തിക്കുന്ന ജോലിയും എടുക്കുന്ന തീരുമാനവും ഉപയോഗിക്കുന്ന വാഹനവും ഫ്രണ്ട്ഷിപ്പും റിലേഷനും സ്വന്തവും ബന്ധവും മിത്രവും സൗഹൃദവും ഇളകിമറിയുന്ന കാലമാണ്. പ്രതിരോധിക്കുന്ന കാലമാണ്. അപവാദാരോപണങ്ങൾ വരുന്ന കാലഘട്ടമാണ്. കൂടെ നിന്നവർ ചതിക്കുകയോ ചതിക്കപ്പെട്ടു എന്ന് ബോധ്യപ്പെടുകയോ അതുപോലെ തന്നെ ആരാധിച്ചിരുന്നവർ പിണങ്ങേണ്ട ഒരു സാഹചര്യങ്ങളും ബഹുമാനിച്ചു നിന്നവർ മുഖം തിരിക്കുന്ന ഒരു കാലഘട്ടങ്ങളുമാണ്. എല്ലാവരുമായിട്ട് രമ്യതയിൽ പോകുവാനായിട്ടുള്ള ബുദ്ധിയും യുക്തിയും സാഹചര്യവും ധനവും ഈശ്വരാനുഗ്രഹവും അതിനുവേണ്ടി പ്രവർത്തിക്കട്ടെ, അതിനുവേണ്ടി പ്രചോദനം ഉണ്ടാവട്ടെ, അതിനായി ഉപയോഗിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഈ പൂരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വേണ്ടി ഈ വിഷുവൽ പുണ്യകാലമായ ഈ ദിനങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ദോഷങ്ങൾ മാറി ഗുണഫലങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ അവസരം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഭാഗ്യവാരോ